ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ കുറച്ചധികം ദിവസത്തെ അവധിക്ക് ശേഷം ഞാനൊന്ന് തിരുവനന്തപുരത്തോട്ട് തിരിച്ചു പോകാം. എപ്പോൾ വീട്ടിൽ വന്നാലും പോകാനേ തോന്നാറില്ല കേട്ടോ. പക്ഷെ നമുക്ക് പോയല്ലേ പറ്റൂ. ഇത്തവണ എനിക്ക് പോകാൻ കുറച്ചധികം വിഷമമുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് കാരണമുണ്ട്. ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പൂച്ച ഷുണ്ടാപ്പി പ്രഗ്നൻ്റ് ആണോ എന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് ഡൗട്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആളെന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കും, കിടന്നുറങ്ങും, കളിക്കും, എന്നെ ആരും എടുക്കണ്ട, എൻ്റെ വരെ ഞാൻ നോക്കിക്കോളാം, അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു. പക്ഷെ 2-3 ദിവസം കൊണ്ട് ആൾ നമ്മുടെ അടുത്ത് കൂടുതൽ അറ്റാച്ച് ആവാൻ നോക്കുക, കെയർ കിട്ടാൻ വേണ്ടി വരിക, കുറച്ചധികം ഫുഡ് കഴിക്കുക, എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങനെ ഒരു അപ്പോൾ എനിക്ക് തോന്നി ഇവളെന്താ പ്രഗ്നൻ്റ് ആയതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. എൻ്റെ ഡൗട്ടാണ്, നമുക്ക് നോക്കാം. സോ എനിക്ക് അവളെ വിട്ടിട്ട് വരാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതും ഞാൻ വരാതെന്ന ദിവസമൊക്കെ എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അച്ഛനും അമ്മയും അവളെ നോക്കുമെങ്കിലും എന്തോ എനിക്കൊരു വല്ലാത്ത വിഷമമായിപ്പോയി തന്നെ വിട്ടിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇനി രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചാമ്പമരം. ചാമ്പക്കൊക്കെ വന്നു തുടങ്ങി. ഇത് കഴിക്കാൻ ഞാനവിടെ ഇല്ലല്ലോ, എൻ്റെ ചാമ്പക്കൊക്കെ വേസ്റ്റായി പോകുമല്ലോ എന്നറിഞ്ഞിട്ട് രണ്ടാമത്തെ വിഷമം. എന്നാലും ചാമ്പക്ക കഴിക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ ചെല്ലും കേട്ടോ. സോ ഈ രണ്ട് കാരണം കൊണ്ട് തന്നെ എനിക്ക് ഇത്തവണ വരാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ചാമ്പക്ക വഴുകുമ്പോൾ അറിയിക്കണേന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. മനസ്സില്ലാ എൻ്റെ പൂച്ചയോട് യാത്ര പറഞ്ഞ് ഞാൻ ഇറങ്ങി. എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ, തിരുവനന്തപുരമാണോ ഇടുക്കിയാണോ ഇഷ്ടമെന്ന്. ഞാൻ എല്ലാവരോടും പറയാം എനിക്ക് എൻ്റെ നാട് തന്നെയാണ് കേട്ടോ ഇഷ്ടം. അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ ഉണ്ടാവുക. പക്ഷേ തിരുവനന്തപുരം ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ അതും എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ. രാവിലത്തെ ക്ലൈമറ്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ എൻ്റെ നാട്. ഞാൻ വിശദമായിട്ട് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാമേ. അങ്ങനെ അവിടെ നിന്ന് ഒരു ഓട്ടോയൊക്കെ പിടിച്ച് ഞാൻ ഏലപ്പാറയിലെത്തി. സാധാരണ ഏലപ്പാറയിൽ നിന്ന് മുണ്ടക്കയം, പിന്നെ അവിടെ നിന്ന് പത്തനംതിട്ട, അങ്ങനെയാണ് കേട്ടോ ഞാൻ വരാറ്. പക്ഷേ ഇത്തവണ എനിക്കൊരു അബദ്ധം പറ്റി. എന്താണെന്നറിയോ, ഞാൻ ഡയറക്റ്റ് മുണ്ടക്കയത്തുനിന്ന് തിരുവനന്തപുരം ബസ് കയറി. അതാണെങ്കിൽ ചങ്ങനാശ്ശേരി, തിരുവല്ലയൊക്കെ കയറി ഇവിടെ എത്തിയപ്പോഴത്തേനും 5 മണി. അങ്ങനെ രാവിലെ 8:30 ഇറങ്ങിയ ഞാൻ തിരുവനന്തപുരം എത്തിയപ്പോഴത്തേനും വൈകിട്ട് 5 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ക്ലിപ്സൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ നന്നായിട്ട് തളർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഹോസ്റ്റലിലൊക്കെ എത്തി കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.